എന്ത് ഒന്നും വേണ്ടിയില്ല. അനുരാഗം മൂന്നും ആ പാട്ട് നല്ല സ്ഥലമാണ്. അപ്പൊ ഞാൻ ആ പാട്ട് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ നോക്കിയപ്പോ ഞാൻ എല്ലാവരും നോക്കിച്ചു മുന്നേറ്റം ശരിയുടെ മ്യൂസിക് പിന്നെ ഞാനാണ്. നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിലുണ്ടാവുകയില്ല. സലീം കുമാർ മരണപ്പെട്ട വിവരം ഈ സമയം കൊണ്ട് എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ കമന്റ് ബോക്സിൽ, അതായത് അദ്ദേഹം ഹോസ്പിറ്റലിലായി എന്ന് ന്യൂസ് പുറത്ത് വന്നത് മുതല് അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് പോയി നോക്കണം. ഇത്രയും മനസാക്ഷി ഇല്ലാത്ത, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത കുറെ എണ്ണങ്ങള് ഇപ്പോഴും ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് ആലോചിക്കുമ്പം വല്ലാത്ത സങ്കടം തോന്നുന്നു. കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് നോക്കണം. ആദരാഞ്ജലികൾ. വയ്യാത്ത സമയത്തും പിണറായി വിജയനെ ട്രോളാൻ വന്നത് ഓർക്കുന്നു. അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, ഈ രാഷ്ട്രീയം, ജാതി, മതം ഇതൊന്നും നിങ്ങൾക്ക് വിട്ടുപിടിക്കാറായിട്ടില്ലേ? കാലം കുറെ ആയില്ലേ? ജനറേഷൻസ് ഒക്കെ ഒരുപാട് മാറി, ആൾക്കാരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോഴും രാഷ്ട്രീയം, ജാതി, മതം. അവസാന കാലം കുറെ നുണ പറഞ്ഞ നുണയന് വേണ്ടി ആദരാഞ്ജലികൾ. എടാ, നിന്റെ ഒന്നും ആദരാഞ്ജലികൾ വേണ്ടടേ. അങ്ങേരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ആദരാഞ്ജലികളും സ്നേഹവും മതി. നിന്നെ പോലെയുള്ള വാഴകളുടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ആദരാഞ്ജലികളും സ്നേഹവും ഒന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ലേ? സ്വന്തം വീട്ടിൽ തന്ത മരിച്ചു കിടക്കുമ്പോ പോലും നീയൊക്കെ ഇങ്ങനൊക്കെ പറയും. ആദരാഞ്ജലികൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശക്തമായി നിന്ന് അവസാനം പൂക്കി ഭരണം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പോണ പോക്കിൽ സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടാ പോയത്. എന്തായാലും ആദരാഞ്ജലികൾ. പൂക്കി ഭരണത്തിന് വേണ്ടി നിലകൊണ്ടു ഭരണം ഒന്ന് ആസ്വദിച്ചു വരുന്നതിന് മുമ്പേ ആദരാഞ്ജലികൾ. മുമ്പേ പോയി ആദരാഞ്ജലികൾ. എടാ, ഇവിടെ മൊത്തം രാഷ്ട്രീയമാണടേ. എടാ, നിനക്കൊന്നും വേറെ പണിയില്ലേ? നിന്റെ ഒക്കെ വീട്ടില് നീയൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഇറങ്ങി തിരിച്ച് എന്തേലൊക്കെ പറ്റിക്കഴിയുമുണ്ടല്ലോ, ഈ പാർട്ടിക്കാര് വന്നിട്ട് നിന്റെ കുടുംബത്തിനൊന്നും തീറ്റ കൊടുക്കത്തില്ല. ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ട് 2 ദിവസം അവന്മാര് വന്ന് കരഞ്ഞ് നിലവിളിച്ച് കാണിക്കും. 3-ാമത്തെ ദിവസം മുതല് നീയൊക്കെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നീയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പാർട്ടിക്കാരുണ്ടല്ലോ, അവന്മാര് വന്ന് നോക്കത്തില്ല. അതൊക്കെ നീ ഒന്ന് ആദ്യം മനസ്സിലാക്കണം. ആ യാത്രയോട് കുറിച്ച് സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചവിടും മുന്നോട്ട് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് ചവിട്ടിയാലും എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുള്ളൂ. എന്തിനാണ് വെറുതെ നമ്മൾ വേണ്ടാവുള്ള കാര്യം വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഒരിക്കലും മരിക്കും. അതിപ്പോ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, എത്രയൊക്കെ ഉന്നതയിലെത്തിയാലും, എത്രയൊക്കെ ഫേമസ് ആയാലും ശരി, ഒരു നിമിഷം മതി ഒരു മനുഷ്യനില്ലാണ്ടാവാൻ. ഇപ്പം പാർട്ടിയും രാഷ്ട്രീയവും ഒക്കെ തലയിൽ കൊണ്ടുവച്ച് നടന്നിട്ട് ഇമാതിരി പുച്ഛിക്കുന്നവന്മാര് അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നീയൊക്കെ ചക്ക വെട്ടിട്ടതുപോലെ വെട്ടി വീഴാൻ വേണ്ടിട്ട് 1 മിനിറ്റ് മതി. അന്ന് ഇതുപോലെ കുറെ ആൾക്കാര് നിന്നെയൊക്കെ പുച്ഛിക്കും. കൊടുത്തതേ തിരിച്ചു കിട്ടത്തുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അന്ന് എനിക്ക് മനസ്സിലായി, ജീവിതം പറയുന്നത് നമ്മൾ എന്തൊക്കെ പാട്ട് വായിച്ചാലും എന്തൊക്കെ ഓസ്കാർ വായിച്ചാലും ശരി, ജീവിതം ഒരു ഐശ്വര്യത്തിൽ ഇരുന്ന ആ മനസ്സിൽ ഇത്ര ഉള്ളൂ ജീവിതം. നമ്മൾ ടൂർ വന്നേക്കുന്നത് ഓട്ടോന്റെ കലറിൽ എത്തിയിട്ടില്ലേ, ഇവിടെ നാളെ മുതൽ ഇത്ര നാൾ വരെ ഇവിടെ സന്ദർശിച്ചു. അപ്പുറം ആ സന്ദർശനം ഗംഭീരമാക്കാം, ആളുകളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്. അതിന് ഞാൻ വിജയിച്ചിട്ടുണ്ട്. ആളുകളെയൊക്കെ ചിരിപ്പിച്ചു. ഒരാളെ ഞാൻ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവാണ്. അത് നന്നായിട്ട് തന്നെ
കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയാണ് സലീം കുമാർ എന്ന് പറയുന്നത്. എന്നെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ ത്രില്ലർ സിനിമയുടെ ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തി നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഇത് കണ്ടിട്ടാണ് കൊറേ ഭ്രാന്തന്മാർക്ക് കുരു പൊട്ടിയേക്കുന്നത്. നിനക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് കുരു പൊട്ടി വല്ലവന്റെയും കമന്റ് ബോക്സിൽ കയറി ഇരുന്ന് കൊണ 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 അടിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. വേറെ എന്തിനെങ്കിലുമൊക്കെ പറ്റുമോ? ഒരു 4 ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തേലൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ? എന്തേലൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ലല്ലോ. കൊണയടിക്കാൻ എല്ലാവർക്കും പറ്റും. അത് ഏത് മണ്ടന്മാർക്കും പറ്റും. ആ കൂട്ടത്തിൽപ്പെട്ട കുറെ മണ്ടന്മാരുടെയും പിന്നെ എന്തോ പാർട്ടി എന്തോ വലിയ തേങ്ങയാണെന്ന് വിചാരിക്കുന്നവന്മാർക്കും ഇതൊക്കെ പറ്റത്തുള്ളൂ. വേറെ ഒരു കോപ്പും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിയുടെ പുറകെ നടന്ന് എന്തേലൊക്കെ പറ്റി എവിടെയൊക്കെ കിടക്കുമ്പോ ഒരുത്തനും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട്. അപ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ, അപ്പോഴേ നീയൊക്കെ അറിയത്തുള്ളൂ. മനസ്സിലായോ? ശരി എന്നാ.